റോന്ത് പോലീസ് സ്റ്റോറികളിലെ മികവ് റോന്ത്. അപ്പൊ കണ്ടാലോ നമുക്ക്. ഷാഹി കബീറിന്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. പോലീസ് സ്റ്റോറികൾ കൊണ്ട് കിട്ടുവാക്കി മാറ്റുന്ന തിരക്കഥ ഒരുക്കുന്ന മികച്ചൊരു മനുഷ്യനാണ് ഷാഹി കബീർ. ഷാഹിയുടെ പുത്തൻ ചിത്രമാണ് റോന്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്ന് നോക്കാം, ഇതേ കേട്ട് നോക്കിക്കോ. വളരെ ബ്രില്യൻ സ്ക്രിപ്റ്റാണ്, ടൈറ്റ് സ്ക്രിപ്റ്റാണ്, എൻഗേജിങ് ആണ്, തമാശകൾ നന്നായി വർക്കാവുന്നുണ്ട്. കുഴപ്പമില്ല, അടിപൊളി പടം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവസാനത്തെ ഒരു നമ്മുടെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, അടിപൊളി. വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പോലീസുകാർ നമ്മൾ പലരും കണ്ടിട്ടുണ്ടെങ്കിലും പോലീസുകാരുടെ റിയൽ ലൈഫ് തിയേറ്ററിൽ കണ്ടേക്കുന്നത് വളരെ കുറച്ച് ഫിലിംസേ ഉള്ളൂ. അപ്പം ശരിയാണ്, പോലീസ് സ്റ്റോറികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു 1.5 പവന്റെ ഒരു മാറ്റുണ്ട്, ഒരു തിളക്കമുണ്ട്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ബാക്കി കേൾക്കാം. അതുപോലെ തന്നെ ഫാമിലി ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഒരു സാധാരണ ഷാഹി കബീറിൻ്റെ മൂവിയിലുള്ള പോലെ ഫുള്ളി പോലീസ് സ്റ്റോറി എന്ന് നമുക്ക് തോന്നില്ല. ഒരു എല്ലാവർക്കും കാണാവുന്ന, എല്ലാവർക്കും എൻഗേജ് ആവാവുന്ന ഒരു സിനിമയാണ്. വെരി ബ്രില്യൻറ്റ്. ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഷാഹിയുടെ സിനിമയിലുള്ള എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഒരു ആക്ടറുടെ കയ്യിൽ നിന്ന് എങ്ങനെ ക്യാരക്ടറിനെ പുറത്തെടുക്കാമെന്ന് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അറിയുന്നൊരു ഡയറക്ടർ. റോന്ത് സിനിമയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഈ നടി ദേവകി ഭാഗ്യാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്, നല്ലൊരു നടിയാണ്. കടൽ മുനമ്പ്, അതുപോലെ സുഡാനി ഫ്രം നൈജീരിയ, പിന്നെ നീല വെളിച്ചം എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സംവിധായകയായിട്ട് മാറട്ടെ എന്ന് കൂടി ആശംസിക്കാം. അതുപോലെ മികച്ച വേഷങ്ങൾ കിട്ടട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ റോന്തിൻ്റെ അഭിപ്രായം ഈ ദേവകി ഭാഗ്യ എന്ന് പറഞ്ഞ ഈ നടിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കത് പറയണമെന്ന് തോന്നി. കാരണം മികച്ചൊരു നടിയാണ്, എനിക്കിഷ്ടമാണ്. നല്ല സിനിമകളിൽ നല്ല നല്ല വേഷങ്ങളായിട്ട് ഇനിയും കടന്നു വരട്ടെ. പുതിയ ചിത്രങ്ങൾ ഈ നടിയിൽ നിന്നും സംവിധാനത്തിൻ്റെ കരങ്ങളിലൂടെ പുറത്തേക്ക് വരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത അഭിപ്രായം കേട്ടാലോ, കേൾക്കാം. റോഷന്റെയും പ്രകടനം അതിഗംഭീരമാണ് ഈ സിനിമയിൽ. അപ്പൊ നമ്മൾ ഇത്രയധികം പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടും ഇങ്ങനെ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന 2 പോലീസുകാർ അവർ ഫേസ് ചെയ്യുന്ന ഇൻസിഡൻസും എല്ലാം കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആണ് സിനിമ. അപ്പോൾ ക്ലൈമാക്സ് അവസാനത്തെ ഒരു 20 മിനിറ്റ് ക്ലൈമാക്സിലേക്ക് ഒരു വളരെ ഇമോഷണലി. നമ്മൾ പണ്ടൊക്കെ കണ്ടിരിക്കുന്ന പോലീസ് സ്റ്റോറികൾ കണ്ടല്ലോ, പണ്ടത്തെ ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് നോക്കി. അതിൽ പോലീസുകാർ ഭയങ്കര അലർച്ചയായിരിക്കും, ഭയങ്കര ഒരുപാട് ഡയലോഗുകൾ പറയും, തുരുതുരാ ഡയലോഗുകൾ പറയും. അതുപോലെ തന്നെ നായകനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ വമ്പൻ പോലീസിൽ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ നടക്കാത്ത സംഭവങ്ങൾ വരെ ഇതിൽ നമ്മളെ കാണിച്ച് ഇതാണ് പോലീസുകാർ, ഇതാണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കാണിച്ച് നമ്മൾ നല്ലതുപോലെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള മനുഷ്യരാണ്ടോ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് അവർ ഈ പോലീസ് ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അത് നല്ലതുപോലെ ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ വിജയം തന്നെ. ബാക്കി കേൾക്കാം നമുക്ക്. ഇത് ബെറ്റർ ആണ്, മുമ്പിറങ്ങിയ ഓഫീസറോട്ട് ബെറ്റർ ആണ്. നായാട്ട് പോലെ ആ ഒരു ഡ്രാമയാണ്. നായട്ടിന്റെ അത്രയും നല്ല പടമാണ്. രണ്ടുപേരെ ആക്ടിങ്, റോഷനും ദിലീഷ് പോത്തന്റെ ആക്ടിങ് അടിപൊളിയാണ്. പക്ഷേ ദിലീഷ് പോത്തൻ എന്റെ പൊന്നോ ഫണ്ട് സൂപ്പർബായിട്ടുണ്ട്. ഭയങ്കര നല്ല ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ട്. അതെനിക്ക് തോന്നി. ദിലീഷ് പോത്തൻ നല്ല കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ മോശം ആണെന്നല്ല നമ്മൾ പറയണത്. റോഷനേക്കായൊക്കെ ഒരു 2 തട്ട് കൂടുതൽ ദിലീഷ് പോത്തന്റെ അഭിനയം നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആനന്ദം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന റോഷൻ ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ദിലീഷ് പോത്തനാണെങ്കിൽ സംവിധായകനാണ്, ഒരുപാടേറെ മികവുള്ള വേഷങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് അദ്ദേഹം ഓരോ സിനിമ കഴിയുന്തോറും. അപ്പൊ മികവായി തന്നെ മുന്നോട്ട് പോട്ടെ. പോലീസുകാരുടെ റിയൽ ലൈഫ് സ്റ്റോറിയാ സൂപ്പർ. നമ്മളെ പോലീസുകാരനായിട്ട് ജീവിക്കുന്നത്, മരിക്കുന്നത് എങ്ങനെയാണ്, അവര് അനുഭവിക്കുന്ന വേദനകൾ എല്ലാം ഷാഹി കബീർ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റും, മസ്റ്റ് വാച്ച് പണം തന്നെ പറയാം. ഓരോ സീൻസും എല്ലാം അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാം അതിന് ഒരു രക്ഷയില്ല, കുറ്റം പറയാം. അടിപൊളിയല്ലേ പറഞ്ഞതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി പ്രഷർക്ക് പണ്ട് മുതൽക്കേ ഈ പോലീസ് സ്റ്റോറി, പോലീസ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ പോകാനും കാണാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് പറയാണ് നമുക്ക് ഈ സിനിമക്ക് പോയാലോ എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് സ്റ്റോറി ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്കൊക്കെ പൊതുവെ ഒരു മടി ഉണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പോലീസ് സ്റ്റോറികൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ സ്ത്രീകൾക്കോ ഒന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവങ്ങളാണെന്ന് പണ്ട് മുതൽക്കേ കാണിച്ചു വെച്ചിട്ടുണ്ട്.
നമ്മുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതുപോലെ മനസ്സിലാവും. പോലീസുകാർ വന്നിട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പോലീസുകാർ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. ശരിയായിരിക്കാം, അപൂർവമായിട്ടൊക്കെ ചില പോലീസുകാർ വൃത്തികെട്ട രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടാവും. പക്ഷെ എല്ലാ പോലീസുകാരും അങ്ങനെ അല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. പോലീസുകാരും മനുഷ്യരാണ്, അത് ആ ഒറ്റ വാക്കി തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു കഥയല്ല. ആ കഥയ്ക്കൊരു വ്യത്യസ്തതയുണ്ട്. അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങേരുടെ അഭിപ്രായം കേട്ടോ. പുള്ളി റോന്ത് കണ്ടിട്ടില്ല എന്നാണ് കേട്ടോ പറയണേ. അപ്പൊ അതിൽ പിന്നെ നമുക്ക് ഇനി ഒന്നും കേൾക്കണ്ടല്ലോ. നമുക്ക് റോന്തിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഗംഭീരമാണ് ആ പടം, എല്ലാവരും ഇപ്പൊ കാണണം, എന്നാലും പടത്തെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ഗംഭീരമാണ്. അവരുടെ അഭിപ്രായം മികച്ചതാണെന്നാണ് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആർക്കും വ്യത്യസ്തമായിട്ട് ഞാനൊന്നും ഫേമസ് ആവാമെന്ന് കരുതിയിട്ട് മോശം സിനിമയാണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പൊട്ടത്തരം കള്ളത്തരം ആരും ഇവിടെ പറയുന്നില്ല. ഇവര് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് നല്ല പടമാണ് റോന്ത് പോയി കാണേണ്ടതാണ്.